ബാക്ക് ടു ന്യൂ ചാനൽ ഗായ്സ്. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഗെയിമിൻ്റെ പേരാണ് ഡെത്ത് പാർക്ക്. യെസ് ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. കീപ് ഗെയിമിനെത്തുന്നത് നമ്മൾ ഈസി അല്ല, നമ്മൾ നോർമൽ ഇട്ടാണ് കളിക്കുന്നത്. യെസ്, സൗണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, പാർക്കിനകത്ത് നമ്മൾ ഇട്ടുണ്ട് പാർക്ക്. ഓക്കെ, അതിൽ കഥ ഓട്ടുന്നുണ്ട്. സൗണ്ട് ഒന്ന് നല്ലോണം ഇട്ടേക്കാം. ഇത്തിരി കുറച്ചേക്കല്ലേ. ആരോണ്ട് വരുന്നുണ്ട്. ആരാണ്ട് നമ്മുടെ വില്ലനാണ്. ഓക്കെ ഓക്കെ, അവൻ എന്താണ്ടൊക്കെ വേറെ ഡോറിനകത്ത് വെച്ചിട്ട് പോകുന്നുണ്ട്. കീ ആണ്. ഓക്കെ, ഒരു ക്ലീൻ ആയതുപോലെ. ലെറ്റ്സ് ഗോ. നമ്മുടെ അടുത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പാർക്കിന് ഇത്ര വന്ന കഴിച്ച് നമ്മൾ അവിടെ നേരെ നമുക്ക് വേണ്ടിട്ട് വരപ്പം. ഓക്കെ ഓക്കെ, അവിടെ ട്രെയിൻ ടിക്കറ്റ് ഉണ്ട്. നമുക്ക് ആദ്യം അവിടെ നോക്കിയിട്ട് ഇപ്പോൾ എടുക്കൊന്നും വേണ്ട. കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഒരു സംഭവം വരാണ്ടാണല്ലോ. ആണ്ടി സ്ലൈഡ് ചേർത്തുണ്ടായി. ഇപ്പം തന്നെ അത്ര പ്ലേ ചെയ്തേക്കാം. നേരെ പോവുക. ഹെലികോപ്റ്റർ അതൊന്നും വാങ്ങിക്കൊന്നും വേണ്ട ഗൈസ്. ഓക്കെ, ടിക്കറ്റിൽ പോയി. ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ മതി. എന്താണ്ടൊക്കെ ഉണ്ട്. എന്താണ്ടൊക്കെ നമ്പർ പോലും എന്താ കാണുന്നുണ്ട്. ആ മൈനുണ്ട്. അവനവിടെ വരുന്നുണ്ട്, മനസ്സിലായോ? അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, നേരെ പോവാ. ഇത് കാണുന്നില്ല. ഓക്കെ, എന്ത് എടുക്കെടുക്കെടുക്ക പെട്ടെന്ന് എടുക്കാൻ വരും. അപ്പം അവൻ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. സാർ എവിടെയാണ് സാർ? നിങ്ങൾ എവിടെയാണെന്ന് അറിയുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ പണി ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ അടുത്ത് തന്നെയാണ്. ഗൈസ്, അവൻ അടുത്തുണ്ട്. ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് ഗൈസ്. അതിനടുത്ത് അവന് അടുത്ത് തന്നെ പോയാലോ. ഓ, അണ്ണന്റെ പാവഴി കൂടെ പോലെ കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അയ്യോ എടാ, നീ കളിക്കല്ലേ കളിക്കല്ല. അവൻ തിരിഞ്ഞൊക്കെ ഞാൻ പണിയാവും. കളിക്കരുത്. ഇതെങ്ങനെ ഇറങ്ങും? ഞാൻ കളിക്കില്ല മോനെ, കളിക്കരുത്. ഇറങ്ങ്. ഓക്കെ, ഇറങ്ങി ഗൈസ്. ഓക്കെ, പോയിട്ട് നമ്മൾ ശ്രേയോട് 3-5 ആയിട്ടാ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ചെറുതായിട്ടൊന്ന് കറങ്ങുന്നുണ്ട്. അയ്യോ നിൽക്ക് ഷടാ, ഫസ്റ്റ് ആണ് എന്നെ പിടിച്ച് പോട്ടെ. അവന് ഞാൻ വെച്ച് കാണിച്ചത്.
പാസ്വേഡ് അറിയാം, അവിടെ പോയി അടിച്ചാൽ മതി. ഡബിൾ സൗണ്ട് കേൾക്കുന്നില്ല ഗൈസ്? ഇല്ലേ? ഓക്കെ, പെട്ടെന്ന് അടി അടി തുറത്ത് അഡ്മിഷൻ. ഇനിയല്ലേ പാട്, സമാധാനിക്കാനൊന്നുമില്ല. അതെന്തോ ഓനോ. ഓക്കെ, കുഴപ്പമില്ല. ഹെഡ്സെറ്റ് ആയതുകൊണ്ട് ഇത്തിരി, എയർബഡ്സ് ആയതുകൊണ്ട് ഇത്തിരി സൗണ്ട് കൂടില്ല. എന്നിട്ടാണ് ഇത് ചെറുതായിട്ട് ചെറിയൊരു പേടി, അത്രേ ഉള്ളൂ. വലിയ പേടിക്കാൻ നമ്മളൊന്നുമില്ല. അവൻ ഏതാണ്ട് കഥവ് തുറന്നെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൻ ഇവിടെ വരുമോ? ഓക്കെ, ഇതൊന്നും നടക്കുന്നുണ്ട്. ഓക്കെ, അവൻ വരുന്നുണ്ട്. സൈഡിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ, അവൻ നോക്കാതെ പോയി. പക്ഷെ ലൈറ്റ് ഇപ്പോഴും ബ്ലിങ്ക് ആവുന്നുണ്ട്. നമ്മൾ വെളിയിറങ്ങില്ല. ഇന്നത്തെ വെളിയിറങ്ങുമ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ആവും. സൗണ്ട് ഒന്ന് ഇട്ടെ, സൗണ്ട് ഓഫ് ആക്കിയിട്ടെ. അതാ നല്ലത്. അവൻ വരുന്ന കാര്യമൊന്നും അറിയത്തില്ല. ഹേർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ട്. അതിനായിട്ടാണ് അവൻ്റെ അടുത്തുണ്ടെന്ന്. അടുത്ത്. ഓക്കെ, ഓക്കെ, അവൻ വരുന്നുണ്ട്. ഓക്കെ, അവൻ അടുത്തെത്തി വരുന്നുണ്ട്. പെട്ടെന്ന് വാടാ, ഒന്ന് നോക്കിയിട്ട് പോകണം അവന് സമാധാനം. ഹാർട്ട് പതുക്കെ കുറയുന്നുണ്ട്. ഓക്കെ, അവൻ വേറെ റൂമിൽ കയറി. ആ ടൈം കൊണ്ട് നമുക്കിവിടെ നിൽക്കൂടാ. ഇപ്പൊ അവൻ എവിടെയാ? ഇവിടെ എന്താ ഒന്നുമില്ല. അയ്യോ, ഓക്കെ, അപ്പൊ അവനെ അടുത്തുണ്ട്. ഹേർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവൻ വരും. അവൻ വരുന്നുണ്ട്. ഓക്കെ, അവൻ ബാത്റൂമിനകത്തോട്ട് ഇങ്ങോട്ടാടാ വന്ന്. നിനക്ക് 3 കണ്ണായിട്ട് ഒറ്റ കണ്ണില്ലെങ്കിൽ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? 3 കണ്ണുണ്ടെന്നേ ഉള്ളൂ. 4 കണ്ണൊക്കെ ഉണ്ട്, അറിയത്തില്ല. 4 കണ്ണെന്ന് തോന്നുന്നു. ഓക്കെ, അവൻ പോയി. സ്റ്റെപ്പ് ഇല്ലെങ്കിൽ പക്ഷെ ലൈറ്റ് ബ്ലിങ്ക് ആകുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ വന്ന ജോലി കഴിഞ്ഞു. നമുക്ക് ഇവിടെ വന്നതിനാ നമ്മളിത് എടുക്കണ്ട. ഓക്കെ, ഇവിടെ അവൻ നമ്മളെ പിടിക്കാൻ വരും. ഞാൻ പേടിക്കത്തൊന്നുമില്ല. ചുമ്മാ പേടിക്കും. ഇവിടെ ബ്ലോക്ക് അല്ല, ഞാൻ ചാടിക്കറ്. ഓക്കെ, തട്ടിട്ട് ചാടിക്കറ്. അയ്യോ, ചത്ത്. ഏതെങ്കിലും പറഞ്ഞ കയറി തുറക്ക്. അതിൻ്റെ അകത്തും വരും ഗൈസ്. കണ്ടോ, ഫുഡ് സ്റ്റെപ്പ് ഉണ്ടോ? ഡബിൾ ഇട്ടേക്കുന്നുണ്ട്. സ്പീഡ് കൂടുതലാണല്ലോ. ഇനിയിപ്പോൾ സൗണ്ട് തിരിക്കട്ടെ. ടേൺ ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് നോക്കൂ. ഓക്കെ, ഇവിടെ ഡോറുണ്ട്. ഇവിടെയാണ് ഡോറുള്ളത്. അത് നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഉണ്ടോ? ഗവൺമെന്റ് നോട്ട് ഹൈ എന്ന് പറഞ്ഞാൽ പൊക്കം പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കറക്റ്റ് ഇതിൻ്റെ നടുക്ക് നിൽക്കണം. ശേഷം നോക്കുമ്പോഴത്തേക്കും സംഭവം ഉണ്ടോ? Murder is the last chance. Okay, murder is the last chance. ഇത് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഗിഫ്റ്റ് ഈസ് there. പേടിച്ച് ഞങ്ങൾ പേടിച്ചടാ. പിന്നെ നമ്മൾ exit is behind എന്ന് പറഞ്ഞാൽ നോക്കാതെ നൈസായിട്ട് പുറത്ത് പോകും. ഇവിടെ എത്തി കഴിഞ്ഞു.
മർഡർ അറ്റംപ്റ്റ്. ഇവിടെ വന്നിട്ട് കറങ്ങി വാ. ഓക്കെ, ഇവിടെ നിന്ന് ഒരെണ്ണം എടുക്കുക. ഇവിടെ ഒരെണ്ണം എടുക്കുക. ഓക്കെ, ഡെത്ത് ഈസ് ദ വേ ഔട്ട്. കറക്റ്റ്, ഡെത്ത് ഈസ് ദ വേ ഔട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗീവ് അപ്പ്, ഡിഫീറ്റ് ചെയ്യണം. ഗീവ് അപ്പ് ആണ്. ഓക്കെ, ക്ലോസ് ടു ഡെത്ത്, റീബർത്ത് സിമ്പിൾ. പക്ഷെ റീബർത്ത് എന്ത് ചെയ്യും? റീബർത്ത് ലാസ്റ്റ് ചാൻസ്. നമ്മളോട് കണ്ടായത് മേർഡർ ഇസ് ദ ലാസ്റ്റ് ചാൻസ്. മേർഡർ അതിന് പിന്നെ അഡ്മിനിസ്ട്രേഷൻ വന്നു. ഇവിടെ വന്നിട്ട് വേണം നമുക്ക് സംഭവങ്ങളൊക്കെ എടുക്കാണ്ട്. സ്റ്റാൾ കീയും അങ്ങനെ സംഭവം ഇവൻ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോകാൻ തോന്നുന്നു. സൗണ്ട് ഇപ്പം ഓഫാക്കാം. ചെറുതായിട്ടൊന്ന് പേടിച്ചു, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ ഒന്നും നടന്നില്ല, അത്ര വിചാരിച്ചാൽ മതി. ഇവിടെ ഒന്നും ചെയ്യാനില്ല. നേരെ ഇവിടെ അഡ്മിനിസ്ട്രേഷനിലോട്ട് പോകും. പക്ഷെ ഇവൻ ഇവിടെ കറങ്ങി നടക്കുന്നുള്ള വിഷയത്തിൽ ഡബിൾ സൗണ്ട് ആണോ? ഡബിൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെ, ഡബിൾ സൗണ്ട് കേൾക്കുന്നത് ആ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കട്ടെ. ഇവിടെ വന്നില്ല. നമ്മൾ ഏതാണ്ടൊക്കെ അറിയത്തൊട്ടത്. ഇപ്പൊ അവൻ ഇങ്ങോട്ടേക്ക് വരും. നമുക്കതുമേ ഇവിടെ അവനിങ്ങോട്ട് വരുന്നുണ്ട്. സൗണ്ട് കിട്ടും, നല്ല സൗണ്ടാ. പോകാമോന്നൊരു ഡൗട്ടുണ്ട്. സൗണ്ട് അടുത്തടുത്ത് കേട്ടോണ്ടിരിക്കും. ഇതാണ് ഈ ഗെയിമിലുള്ള പ്രശ്നം. ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ എങ്ങനെയെങ്കിലും കകത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിൽക്കാം. കഷ്ടിച്ച് ഓടിപ്പിടിച്ചങ്ങോട്ട് ഇവിടെ വന്നു. വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, വന്ന് കഥ തുറക്കുമെന്ന് ചോദിച്ചു, തുറന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. വരത്തില്ല, നമുക്ക് ദേഷ്യം കൂടെ വരും. ഇവിടെ പെട്ടെന്ന് വന്നിട്ട് പോടാ, എന്നാലും എനിക്ക് വെളി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഉള്ള ധൈര്യത്തിൽ കളിക്കുന്നവരവനെ പോവും. മനുഷ്യനൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഒരു ശാന്തിയില്ല, ഒരു കുന്തമില്ല. വാ, ഒത്തിരി ഷോ ഇറക്കിക്കൊണ്ട് പാടോ. അയ്യേ ചമ്മി, അയ്യേ എന്നാ ഷൂ. ഇന്ന് പോടാ, ഞാനെന്തോ പേടിച്ചു പോലെ വന്ന് കഥ പറഞ്ഞ ശബ്ദം കേട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുറത്ത് തന്നെയാണ് വന്നേക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മളെ കണ്ട്. ഓക്കെ, നമ്മൾ ഇതെടുക്കാനാണ് ഇവിടെ വന്നവന്. ഓക്കെ, ഞാൻ വരുന്നുണ്ട്. പൊളിയാ, ശാന്തി.
അവളിയാണ് നമ്മൾ. ഓക്കെ, ഇത് കണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോറി മോനെ, ഞാൻ നിന്നെ നോക്കുന്നില്ല. അയ്യോ, അത് നടന്നില്ലെന്ന് അയ്യാ. ഇതെല്ലാം ടൂ മച്ച് ബ്രോ, ടൂ മച്ച്. ചുമ്മാ വെക്കൊണ്ടിരുന്നെ വിളിച്ചു വരുത്തിയതുപോലെ ഉണ്ട്. ഭയങ്കര ബോർ. നിന്റെ ഒരു കൂടായ്പ ഇവിടെ നടക്കത്തില്ലടാ. ഇത്തവണ സ്ട്രെയിറ്റാ ഞങ്ങള്. തുറക്കടാ പെട്ടെന്ന്. അയ്യോ അയ്യോ, ലക്ക്. അവൻ കറക്റ്റ് വന്നപ്പം കറക്റ്റ് കാത് കളിച്ചു അവൻ്റെ മുമ്പിൽ തന്നെ. ഓടിക്കോ, അവൻ തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ട്. അയ്യോ, വരുന്നു. അടുത്ത് ഭയങ്കര അടുത്ത്. ചമ്പോഷ്, ജസ്റ്റ് മിസ്. പോയി സമാധാനമായിട്ട് തിരിച്ചു. പക്ഷെ അവൻ എനിക്ക് എന്തോ ഒരു ഡൗട്ട്, അവൻ പുറകിൽ തന്നെ വരുന്നുണ്ടോ. അയ്യോ, കുഴപ്പമില്ല. ഇപ്പൊ അവൻ എവിടെയാന്ന് അറിയിച്ചല്ലോ. ഇവിടെ തന്നെ നിൽക്കുന്നതും ചത്ത്. അവൻ നമ്മുടെ തൊട്ട് പുറകിലുണ്ടായിരുന്നു. ഷീറ്റ്, നമ്മൾ ചത്തുപോയി. പോലെ ഇട്ടെങ്കിൽ നമ്മൾ ചത്തു. എക്സ്ട്രാ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ശ്രദ്ധിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ കാലിന് സൗണ്ട് തന്നെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പട്ടി ഫുഡ് ആവശ്യമാണ്. റോബർ നമ്മുടെ കിട്ടിയിട്ടുണ്ടായിട്ട് നമുക്ക് ഇവിടെ പോവാം. ഓ, എടുത്തിട്. തുറക്കുക. ഇനിയിപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എത്തിപ്പിടിച്ചെങ്കിലും നമുക്ക് എക്സിറ്റിലോട്ട് എത്തണം. ഏത് വഴിയാന്ന് അറിയാമെന്നല്ലോ. അവിടെ വരുന്നതെന്ന് പറയത്തില്ല, വഴിയും മറന്നുപോയി. പക്ഷേ സൗണ്ട് ഒന്ന് ഓഫാക്കിട്ടേക്കാം. ഓക്കെ, ഹാർട്ട് ബീറ്റ് കിട്ടുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് കിട്ടുവാണ് അവൻ്റെ അടുത്തുണ്ടെന്ന് അർത്ഥം. ഏതോ റൂമിനകത്തോട്ട് കയറിപ്പോയി. അവൻ ഇപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. സീരിയസ്ലി. ഓക്കെ, ഇപ്പൊ അവൻ ഇവിടെ നമ്മളെങ്ങനെയെങ്കിലും ശ്രദ്ധിക്കണം. അവനെ ഏട്ടാ, ആ പട്ടി കൊണ്ട് ഫുഡ് കൊടുക്കണം. ആ പട്ടി ഫുഡ് കൊടുക്കണം, അല്ല അവൻ അകത്തോട്ട് വിടത്തും ഇല്ല. അവന് ഫുഡ് കൊടുക്കുന്ന മുമ്പ് നമ്മൾ ഫുഡ് ആവുമെന്ന് ഡൗട്ട്. ഓക്കെ, കണ്ടു. ഇവനെ കൊണ്ട് ശല്യമാണല്ലോ. അടുത്തെത്തി ഹാർട്ട് ബീറ്റ് ഓടുന്നുണ്ട്. നമ്മൾ അടുത്ത വയസ്സ് നോർമൽ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ സ്പീഡിലായിരിക്കും അവൻ ഓടുന്നത്. ഹാർഡൊക്കെ ആണെങ്കിൽ നമ്മളെക്കാൾ സ്പീഡ്. എക്സ്ട്രീമിന്റെ പറയണ്ട, കണ്ടു കഴിഞ്ഞാൽ ചത്ത്. ഓക്കെ, നമ്മൾ അടുത്തുണ്ട്. ഓക്കെ, ഐ ഗസ്
അവൻ പോയിന്നാ തോന്നുന്നു. അപ്പം ഇവിടെ നിന്ന് പോയി നമുക്ക് പട്ടിക്കുള്ള ഫുഡ് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പം അവൻ അവിടെ തന്നെ ഉണ്ടെങ്കിലും വെൽക്കം ഡെത്ത് പാർക്ക്. വെൽക്കം അല്ല, ഇവിടെ വരുവാണെങ്കിൽ ഓക്കെ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എന്നാ ചെയ്യണം? ഏതോ ഒരു കീ എടുക്കണം. ഇതാ നോക്കാം. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട് പട്ടിക്കുള്ള ഫുഡ്. ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല. അപ്പം അവൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ചെറിയൊരു പേടിയുണ്ട്, പക്ഷെ എന്നാലും ഓക്കെ. ആരെങ്കിലൊക്കെ അവനെ നോക്കി ഒന്നോ ആ നമ്പർ നോക്കണം. അതൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഉറങ്ങി. ഇപ്പം നേരെ അകത്തോട്ട് പോവാം. കത്രിക എടുക്കുക. പിന്നെ ഒരു കൂട്ടം കണ്ടൊക്കെണ്ടല്ലോ. കിട്ടി. ഓനോ ഹാർട്ട് ബീറ്റ് ഇവിടെ അടുത്ത് നിൽക്കണം. അപ്പം ഇവിടെ അടുത്ത വേണ്ടുണ്ട്. ഇപ്പം എന്താണ് ഇവിടെ നടന്നത്? ഗായ്സ്, നമ്മള് ഒത്തിരി പാടാണ്. പക്ഷെ നമ്മൾ ഉറപ്പായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത് ജയിച്ച് കിട്ടു വരും ഗായ്സ്, ഉറപ്പാണ്. കാരണം ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയെന്നുള്ളൂ. ട്രയലിന് ഇത്രയും പാടാണെങ്കിൽ ഓക്കെ.